സംഘർഷത്തിനിടെ മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു. ഇരവിപുരം സ്വദേശി അരുൺകുമാറാണ് മരിച്ചത്. ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങി. കണ്ണൻ നായരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കണ്ണൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? വല്ലാതെ നടുക്കുന്ന ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. എന്താണ് പോലീസ് ഇതേക്കുറിച്ച് പറയുന്നത്? കണ്ണൻ സാറേ, നമ്മൾ 8ാം ക്ലാസ് മുതലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവർ. അപ്പോൾ അന്ന് മുതലേ നമ്മളുമായിട്ട് ഈ കുട്ടി നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നതും. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് ഞങ്ങൾ ഈ മോളെ കണ്ടത്. എന്ത് ആവശ്യം വന്നാലും നമ്മളോട് വരികയും നമ്മുടെ കുടുംബത്തിൽ വന്ന് സഹകരിക്കുക എടുക്കുക എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, മോളെ നമുക്ക് അവനൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് മോളുമായിട്ട് തന്നെയാണ്. ഞങ്ങൾ അവരെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു. അവരുടെ അച്ഛൻ ഓക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് അവൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഒരു ദിവസം ഇതാണ് ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ എന്നോട് മോശമായി പെരുമാറി, എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ടൈം ഇറങ്ങി വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പം അച്ഛൻ ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ല. അപ്പൊ അതിന് സ്വയം അവിടെ ഒരു സംരക്ഷണമില്ല, ഒരച്ഛനിൽ നിന്നുള്ള ഒരു സംരക്ഷണമില്ല. അത് ഭയന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇവന്റെ കൂടെ ഇറങ്ങി വന്നതും ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി എഴുതി വെച്ച് നമ്മൾ വീട്ടിലാക്കി ഒരു 4-5 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ പറ്റത്തില്ല വല്യമ്മ. എന്നെ വിളിക്കുന്ന വല്യമ്മ, ഞാൻ എൻ്റെ അനിയത്തിയുടെ മോനാണിത്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ അവന് പ്രായപൂർത്തിയായിട്ടില്ല. കാരണം ഇപ്പം നിന്നെ കൊണ്ടൊന്ന് വിവാഹം നമ്മൾ കിടത്തിയാലും നിന്നെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാലും നിയമം തിരിയും എത്രയൊക്കെ ആയാലും. കാരണം പ്രായപൂർത്തിയായിട്ടില്ല, അവനും പ്രായപൂർത്തി. അതുകൊണ്ട് നമുക്ക് കാര്യം ചെയ്യും, 2-3 കൊല്ലം മക്കളൊന്ന് ഒതുങ്ങി. +2 കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പരീക്ഷ, 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ഞാനാണ് മോൻ്റെ കാര്യത്തിന് പോണത്. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, വല്യമ്മ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ അച്ഛനോട് സംസാരിക്കാം. ഞാൻ പുള്ളിക്കാരനോട് സംസാരിച്ചാൽ പുള്ളിക്കാരൻ അന്ന് എനിക്കൊരു വാക്ക് തന്നറിയാവോ, എൻ്റെ മകൾക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനിയത്തിയുടെ മകനുമായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി ഓക്കെ, നമുക്കൊരു വാക്ക് പോരല്ലോ, ഒരു മോതിരം മാറ്റം പോലെ അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മോനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തലായി, നിനക്ക് കെട്ടിച്ച് തരുന്നില്ല, നീ പറ്റുമെന്ന് കൊണ്ടുപോടാ. പിന്നെ വീട്ടിൽ പുള്ളിക്കാരൻ ഓരോ ഇപ്പം 10 മിനിറ്റ് പറഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ വിളിച്ചിട്ട് പറയും, മോനെ വാടാ, ഞാൻ ഉറപ്പിച്ച് നമുക്ക് നയിക്കാമെന്ന് പറയും. അത് കഴിഞ്ഞ് 3ാമത്തെ ട്രിപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ +2ൻ്റെ റിസൾട്ട് മോൻ്റെ വന്നപ്പോൾ ഒരു വിഷയത്തിന് പോയിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേന് എന്നെ വിളിക്കുന്നു. ഞാൻ ഇവിടെ അല്ല താമസം, ഞാൻ ചടയമംഗലമാണ്. അപ്പോൾ എന്നെ വിളിച്ചോണ്ട് വല്യമ്മ അവൾ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ എന്താണ് കാര്യം, ഞാൻ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അതെനിക്കിനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ശരി നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇരുവരെ സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ട് കുട്ടിയെ കൊണ്ടാക്കുന്ന ശക്തികുളങ്ങര അവരുടെ അപ്പച്ചിയോ വല്യമ്മച്ചിയോ കൊണ്ടാണ് അവിടെ ആക്കി കഴിയുമ്പോൾ അവിടുന്ന് അവരാരെങ്കിലും പുറത്തോട്ട് ഒഴിയുമ്പം ഈ കൊച്ചു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഇവനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ എടുത്തിട്ട് ചെന്നില്ലെങ്കിൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഞരമ്പ് മുറിക്കും അല്ലെങ്കിൽ കഴുത്. ഇപ്പം എന്ത് ചെയ്താലും എൻ്റെ മോന് തന്നെ ആയിരിക്കും അകത്ത് പോകുന്നത്. നിയമം അന്നേരം പെണ്ണിനെ നിൽക്കത്തുള്ളൂ. എന്ത് വന്നാലും പെണ്ണുങ്ങൾ പറയുന്നതിനേ ഉള്ളൂ വാല്യൂ. ആണുങ്ങൾക്ക് ഇപ്പോൾ ഒരു വിലയും ഇല്ല. അതുകൊണ്ട് അവൻ പേടിച്ച് അവിടെ ചെല്ലും. അപ്പം ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചെന്നെന്ന് അറിയുമ്പം ഇനി പുള്ളിക്കാരും ഫോൺ ചെയ്ത് അതും ഇതും പറയുക. പിന്നെ അരുണിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അവർ വേറെയാണ് താമസം, അവിടെ ചെന്നിട്ട് ഭീഷണിപ്പെടുത്തുക. അപ്പം ഈ 2 ദിവസം മുന്നേ വീട്ടിൽ മോനെ തിരുവോണത്തിൻ്റെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, മക്കളിഞ്ഞ് വാ. അപ്പം അത് മനഃപൂർവ്വം കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്. മക്കളിഞ്ഞ് വാ, ഇവിടെ ഓണത്തിന് എല്ലാവരും ഉണ്ട്, നമുക്ക് കല്യാണം സംസാരിക്കാം. അങ്ങനെ ഉത്തരവാദിത്വപ്പെട്ട ഒരു തന്തയാണെങ്കിൽ ആരെയാണ്, അവനെയാണോ വിളിക്കേണ്ടേ? അല്ല, ഉത്തരവാദിത്വപ്പെട്ട നമ്മളുണ്ട്. അവൻ്റെ അപ്പനെയോ അല്ലെങ്കിൽ അവൻ്റെ വല്യമ്മച്ചിനെയോ അവൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ട്, അവരെ ആരെങ്കിലും വിളിക്കായിരുന്നു. അപ്പോൾ അന്ന് നടക്കാതിരുന്നത് കരുതിക്കൂട്ടി വെച്ചിട്ട് ഇന്നലെ ഇത് കണക്ക് അവനെ വഴി കണ്ടപ്പോൾ തടഞ്ഞു നിർത്തി സംസാരിച്ചിട്ട് അവനെ അവിടെ ചെല്ലാൻ പറഞ്ഞു. കൊച്ചു കരുതി ചിലപ്പം ശരിയായിരിക്കും എന്ന് പറഞ്ഞ് കൊച്ചു ചെന്ന വഴിക്കാണ് ഇത് സംഭവിച്ചത്. ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവർ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായി ഈ ഒരു രീതിയിൽ. അപ്പോൾ അയാളുടെ കയ്യിൽ അത് കരുതിയതുകൊണ്ടാണ്. മോൻ പോയി ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മോന് പുള്ളിക്കാരി ഇവർ സ്ഥിരം വിളിക്കും, വീഡിയോ കോൾ വിളിക്കും. ഒരു ദിവസം ഇതിനകൾക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വല്യമ്മ എനിക്കിവിടെ നിൽക്കാമോ? അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് മക്കളെ കാര്യം? എനിക്കിവിടെ ഫുഡൊന്നും ശരി. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നമ്മൾ വീട്ടിൽ തിന്ന് നമുക്ക് ചെല്ലുന്നിടത്ത് കിട്ടത്തില്ല. മക്കൾ പോയി, നമുക്ക് ഇപ്പം ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞ് ശരി ഞാൻ 2 മാസം കൊണ്ട് പിടിച്ച് നിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുന്നു. അവൾ ഞരമ്പ് മുറിക്കാനായിട്ട് കത്തി എടുത്ത് വെച്ചേക്കുന്നു. ഞാൻ നാട്ടിൽ വന്നില്ലെങ്കിൽ അവൾ ഞരമ്പ് ആത്മഹത്യ, എൻ്റെ പേരും എൻ്റെ ഫോട്ടോസും ഞങ്ങൾ തമ്മിലുള്ള ഒരുപാട് വീഡിയോകളും ഉണ്ട്. ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ നമ്മളൊരു പെണ്ണിനെ ആക്ഷേപിക്കുന്നൊന്നുമല്ല. അവർ തമ്മിൽ മിന്നു കെട്ടിയില്ല എന്നുള്ള ഒരു താലി ഇല്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം അത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അവൾക്ക് എന്തായാലും ഇവനെ കളയാൻ പറ്റത്തില്ല. അവൾ ഞങ്ങൾക്ക് ഒരു ഞാൻ ജീവിക്കുമെങ്കിൽ അരുണോ, മരിക്കുമെന്നുണ്ട് അരുണിൻ്റെ ഒപ്പം മരിക്കും. ഇപ്പം എന്തിയേ? ഇപ്പം നിയമം ഒരുപാടങ്ങ് വളച്ചൊടിക്കുന്നു. അവൻ പ്രശ്നം ഉണ്ടാക്കി, അവൻ ഒരു പ്രശ്നത്തിനും അങ്ങോട്ട് പോയിട്ടില്ല. അവനെ വിളിച്ചു വരുത്തിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം മനഃപൂർവ്വം അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അവർ. അല്ലാതെ ഇതിനകത്ത് എൻ്റെ മോൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവൻ അവളെ ഉപേക്ഷിച്ചതും ഇല്ല. ഈ ആവശ്യപ്രകാരമാണ് കല്യാണം ആലോചിക്കാൻ നീ വാ ശരിയെന്ന് പറഞ്ഞാണ് സന്ധ്യ സമയത്താണ് വീട്ടിൽ വിളി. ഒരിക്കലും എൻ്റെ മോൻ വീട്ടിൽ പുറത്തു പോകുമ്പം അച്ഛനോട് പറഞ്ഞിട്ട് പോകുന്നതല്ല. പക്ഷെ അവൻ ഇന്നലെ പറഞ്ഞു, പപ്പ എന്നെ വിളിച്ച്, അച്ഛൻ വിളിച്ച് ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്.
വിളിച്ചു വരുത്തിയാണ് കൊലപ്പെടുത്തിയേക്കുന്നത്. അത് മനഃപൂർവ്വമാണ്. പക്ഷെ ഒരുപാട് എടുത്ത് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സത്യസന്ധമായ ഒരു കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്കിതിന് നീതി വേണം. കാരണം ഇനി ഈ ഒരു സംഭവം ഇനി വേറൊരു കുടുംബത്തുണ്ടാവരുത്. ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവൻ ചതിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് കളയും ഉപദ്രവിക്കുകയായിരുന്നെങ്കിൽ അങ്ങനെ നമുക്ക് പറയായിരുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് എൻ്റെ മോനെ ഇവൻ ചെയ്തത്. ഒന്നും ചെയ്തില്ല. എൻ്റെ മോൻ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറ് തന്നെയാണ്. പക്ഷെ നമുക്ക് വേണ്ടുന്ന ഈ പെങ്കൊച്ചിനെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരണം.